അയ്യപ്പൻ ആനക്കള്ളൻ. നമസ്കാരം. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് അതിക്രമിച്ചു കയറി വന്ന കള്ളന്മാരുടെ കള്ളനായ ബണ്ടി ചോറിനെ കുറിച്ചുള്ള പ്രത്യേക എപ്പിസോഡിലേക്ക് സ്വാഗതം. ആരായിരുന്നു ബണ്ടിച്ചോർ? എന്തായിരുന്നു ബണ്ടിച്ചോർ? എങ്ങനെയായിരുന്നു ബണ്ടിച്ചോർ? നമ്മൾ പരിശോധിക്കുകയാണ് ഈ എപ്പിസോഡിലൂടെ. ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ നക്ഷത്രമായ അമിതാഭ് ബച്ചനോടോ ഗ്ലാമറിൻ്റെ അവസാനിക്കാത്ത രംഗീലയായ ഊർമ മതോൺകറോടോ ആരാധന തോന്നുന്നത് ഒരു ഉത്തരേന്ത്യൻ യുവാവിനെ സംബന്ധിച്ച തികച്ചും സ്വാഭാവികം. പ്രിയ താരങ്ങളെ നേരിൽ കാണാനും കൂടെ നിന്ന് ഫോട്ടോയെടുക്കാനും കഷ്ടപ്പെടുന്ന ആരാധകർ ഗ്ലാമർ ലോകത്തെ പതിവ് കാഴ്ചയാണ്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി പ്രിയ താരങ്ങളുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കണമെന്ന വിചിത്രമായ മോഷണ കൊതിയുമായി ജീവിക്കുന്ന ആരാധകനെ പരിചയപ്പെടാം. ബോളിവുഡ് സിനിമയെ പോലും വെല്ലുന്ന ഈ കഥയിലെ നായകനും പ്രതിനായകനും മറ്റാരുമല്ല, ഹൈടെക് കള്ളൻ ബണ്ടി ചോർ തന്നെ. ആഡംബര കാറുകളോടും അത്യാധുനിക സൗകര്യങ്ങളോടും മാത്രമല്ല, കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളോടും പട്ടികളോടും വരെ പ്രണയമാണ് ബണ്ടി ചോർ എന്ന ദേവേന്ദർ സിംഗിന്. ഡൽഹിയിലെ വികാസ്പുരി എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ബണ്ടി ചോർ 14-ാം വയസ്സിൽ വീട് വിട്ടിറങ്ങി. സർക്കാർ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ബണ്ടി പഠനത്തോടും ഗുഡ് ബൈ പറഞ്ഞാണ് ഡൽഹിയിലെ തിരക്കേറിയ തെരുവുകളിലേക്ക് ജീവിതം പറിച്ചു നട്ടത്. ഡൽഹി എന്ന വിസ്മയിപ്പിക്കുന്ന നഗരം ബണ്ടിയെ വീണ്ടും ആഡംബരത്തിലേക്ക് ആകർഷിച്ചു. 14-ാം വയസ്സിൽ ജീവിക്കാനായി തുടങ്ങിയ കൊച്ചു കൊച്ചു കളവുകളിലൂടെ ബണ്ടി പിന്നീട് ആനക്കള്ളനായി മാറി. ചെറുപ്പത്തി ചേനക്കള്ളൻ. 550-ൽ പരം മോഷണ കേസുകളാണ് ബണ്ടിയുടെ പേരിൽ ഇന്ത്യയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. റോബിൻഹുഡോ കായംകുളം കൊച്ചുണ്ണിയോ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അവർ പോലും ശിക്ഷപ്പെട്ടേനെ ഈ തസ്കരവീരന് മുന്നിൽ. അത്രയ്ക്കുണ്ട് ബണ്ടിയുടെ വീരഗാഥകൾ. 1993-ലാണ് ബണ്ടി ആദ്യമായി പോലീസിന്റെ പിടിയിലാകുന്നത്. ബണ്ടി ചോർ എന്ന അതിബുദ്ധിമാനായ കള്ളനെ പിടികൂടിയതിന്റെ ആഹ്ലാദം ഡൽഹി പോലീസിന് അധികം നീട്ടിക്കൊണ്ടുപോകാനായില്ല. പോലീസിന്റെ കണ്ണു വെട്ടിച്ചു മുങ്ങിയ ബണ്ടി പിന്നീട് പൊങ്ങിയതാകട്ടെ മദ്രാസിലും. മദ്രാസ് പോലീസ് ദിവസങ്ങൾക്കകം തിരുടനെ പിടികൂടി. പക്ഷേ അതുകൊണ്ടൊന്നും ബണ്ടി പേടിച്ചില്ല. മറിച്ച് പോലീസിനെ പേടിപ്പിക്കുകയും ചെയ്തു. സ്റ്റേഷനിലുണ്ടായിരുന്ന ചില്ലുകുപ്പി പൊട്ടിച്ച് ക്ഷണനേരം കൊണ്ട് അത് വയറ്റിലാക്കിയ ബണ്ടിയെ പോലീസ് ആശുപത്രിയിലെത്തിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് അതിവിദഗ്ധമായി ബണ്ടി രക്ഷപ്പെട്ടതിങ്ങനെ. കട്ടിലിനോട് ചേർത്തായിരുന്നു ബണ്ടിയുടെ കൈകളിൽ വിലങ്ങിട്ടത്. വിലങ്ങഴിക്കാൻ ബണ്ടി കണ്ടെത്തിയ ഉപകരണം മറ്റൊന്നുമല്ല, കേവലം ഒരു ഡിസ്പോൺസിബിൾ സിറിഞ്ച്. ഹെയർ പിൻ ഉപയോഗിച്ച് ഡോർ തുറക്കുന്നതുപോലുള്ള തന്ത്രമാണ് ബണ്ടി പയറ്റിയത്. ഈ സംഭവത്തിന് ശേഷം 20 ദിവസങ്ങൾ കഴിഞ്ഞാണ് ബണ്ടി വീണ്ടും പിടിയിലായത്. ഇത്തവണ ചണ്ഡീഗഡ് പോലീസിനാണ് ബണ്ടിയെ പൂട്ടാൻ ഭാഗ്യം ലഭിച്ചത്. എന്നാൽ പോലീസ് സ്റ്റേഷന്റെ പടിവാതിൽ പോലും കയറാതെ ബണ്ടി അവിടുന്ന് വണ്ടി കയറി. സ്റ്റേഷന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കോൺസ്റ്റബിളിന്റെ സ്കൂട്ടറിൽ കയറി ബണ്ടി സ്ഥലം വിട്ടു. കൺമുന്നിൽ വെച്ച് തന്നെ പോലീസിന് വണ്ടിയും പോയി ബണ്ടിയും പോയി. 5ാം ക്ലാസ് പഠിക്കുമ്പോത് അട്ടയ പോട്ടവൻ, ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോത് ബ്ലേഡ് പോട്ടവൻ, ഹെഡ് മാസ്റ്റർ ബൈക്ക് തിരുടി ഇടയ്ക്ക് പോട്ടവൻ, ഞാൻ സെൻട്രൽ ജയിലിൽ 100 തടവ ടെന്റ് പോട്ടവൻ. ഏമാണ്ടാ ഏമാത് ஏன் வேலை அம்மாதே சொல்லுறதெல்லாம் சுத்தமான போய் வைக்கிறதெல்லாம் பாக்கெட்டில் கை பரங்களில் கூட நானும் எடுத்திடுவேன். நெய் நெய் ராஜா ராஜா நான் ராக்கெட் ராஜா ஏ ராஜா ராஜா பிக் பாக்கெட் ராஜா. ബണ്ടി ചോർ പിന്നീട് അറസ്റ്റിലാകുന്നത് മറ്റൊരു മെട്രോ നഗരമായ മുംബൈയിൽ നിന്ന്. മോഷ്ടിച്ച മാരുതി കാറിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് പോലീസ് ബണ്ടിയെ പിടികൂടുന്നത്. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി ഓടിക്കാൻ ബണ്ടിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. പോലീസ് നിർദ്ദേശം ബണ്ടി അക്ഷരം പ്രതി അനുസരിച്ചു. എന്നാൽ യാത്രയ്ക്കിടെ കാർ കേടാക്കിയ ബണ്ടി പോലീസിനോട് വണ്ടി പിന്നിൽ നിന്ന് തള്ളാൻ അഭ്യർത്ഥിച്ചു. ബണ്ടിയുടെ കെണി മനസ്സിലാക്കാതെ പോലീസ് കാറിൽ നിന്നിറങ്ങിയ ഉടൻ ബണ്ടി വണ്ടി വിട്ടു. ബണ്ടിയുടെയും വണ്ടിയുടെയും പൊടി പോലും പോലീസിന് കിട്ടിയതുമില്ല. ബണ്ടിയുടെ മോഷണ കഥകൾ ഒരു പുസ്തകം എഴുതാൻ മാത്രമുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാനാകില്ല. കേട്ടാൽ ചിരിപ്പിക്കുകയും അതേസമയം ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്ന അതിസാഹസികമായ ചില തസ്കര ചരിതങ്ങളിലൂടെ. ഡൽഹിയിലെ ചിത്തരഞ്ജൻ ചാർത്തിലെ ഒരു ബംഗ്ലാവിൽ രാത്രി മോഷ്ടിക്കാനെത്തിയ ബണ്ടിയെ വീട്ടിലെ ജോലിക്കാരി കൈയോടെ പിടികൂടി.
ജോലിക്കാരിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറാതെ നിന്ന ബണ്ടി അവരോട് പറഞ്ഞതിങ്ങനെ: താൻ വീട്ടുടമസ്ഥന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയതാണെന്നും സംശയമുണ്ടെങ്കിൽ ഉടമസ്ഥനോട് ചോദിക്കാമെന്നും ബണ്ടി പറഞ്ഞു. ബണ്ടിയുടെ വാക്കുകൾ വിശ്വസിച്ച് വീട്ടുടമസ്ഥനോട് കാര്യം പറയാൻ ജോലിക്കാരി പോയ തക്കം നോക്കി വീട്ടിലുണ്ടായിരുന്ന ലാപ്ടോപ്പും മൊബൈലുമായി ബണ്ടി സ്ഥലം വിട്ടു. അയ്യപ്പൻ കുയ്യപ്പൻ ആനക്കള്ളൻ. ധൈര്യസമേതമാണ് ബണ്ടി ഓരോ കളവുകൾക്കും വീടുകളിൽ കയറിക്കൂടിയിരുന്നതെന്ന് പോലീസും വ്യക്തമാക്കുന്നു. ആരുടെയെങ്കിലും കണ്ണിൽപ്പെട്ടാൽ തന്നെ അവരെ കബളിപ്പിച്ച് കടന്നു കളയുന്നതിലും ബണ്ടി മിടുമിടുക്കനായിരുന്നു. വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്ന് സ്റ്റീരിയോ അടിച്ചുമാറ്റാൻ ശ്രമിച്ച ബണ്ടിയെ വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടി കാണാനിടയായി. കാറിൽ നിന്നും സ്റ്റീരിയോ അഴിക്കുന്നത് ചോദ്യം ചെയ്ത പെൺകുട്ടിയോട് ബണ്ടി, കുട്ടിയുടെ അച്ഛന്റെ നിർദ്ദേശപ്രകാരമാണ് സ്റ്റീരിയോ അഴിക്കുന്നത്, പകരം പുതിയതൊന്ന് ഫിറ്റ് ചെയ്യുന്നുണ്ട്, അച്ഛന് കുട്ടി തരുന്ന പിറന്നാൾ സമ്മാനമാണിത്. ബണ്ടിയുടെ വാക്കുകളിൽ വിശ്വസിച്ച പെൺകുട്ടിക്കും കിട്ടി 8ന്റെ പണി. പലരിൽ നിന്നും പലപ്പോഴായി മോഷ്ടിച്ച സ്വർണം ഒളിപ്പിക്കുന്നതിനും ബണ്ടിക്ക് തൻ്റെതായ പോംവഴിയുണ്ടായിരുന്നു. സ്വന്തമായൊരു വീടോ ഫ്ളാറ്റോ തുടങ്ങി താമസിക്കാൻ സ്ഥിരമായൊരു സ്ഥലം ബണ്ടിക്കില്ലായിരുന്നു. ആഡംബര സൗകര്യങ്ങളുള്ള ഹോട്ടലുകളോടാണ് ബണ്ടിക്ക് പ്രിയം. ഹിമാചൽ പ്രദേശിലെ ഹിൽ സ്റ്റേഷന് സമീപമുള്ള ഹോട്ടലിൽ കാമുകിയോടൊപ്പം താമസിച്ചിരുന്ന ബണ്ടി ഹോട്ടലിലൊപ്പിച്ച സംഭവത്തിലേക്ക്. ഏതാനും ദിവസത്തെ ഹോട്ടൽ ജീവിതത്തിന് ശേഷം റൂം വെക്കേറ്റ് ചെയ്യാനൊരുങ്ങിയ ബണ്ടിയോട് ഹോട്ടൽ ജീവനക്കാർ പണം ആവശ്യപ്പെട്ടു. കയ്യിൽ പണമൊന്നുമില്ലെന്നും പണം കിട്ടുന്നതുവരെ സൂക്ഷിക്കാൻ കയ്യിലുള്ള സ്വർണം തരാമെന്നും പറഞ്ഞ ബണ്ടി മോഷ്ടിച്ച സ്വർണം ഹോട്ടൽ ജീവനക്കാർക്ക് നൽകി അവിടുന്ന് തലയൂരി. വളർത്തുമൃഗങ്ങളോടും ചരിത്ര പ്രാധാന്യമുള്ള പുരാതന വസ്തുക്കളോടും ബണ്ടിക്ക് കമ്പമേറെയാണ്, പ്രത്യേകിച്ച് കാണാൻ ചന്തമുള്ള വിലയേറിയ നായ്ക്കളോട്. ബണ്ടിയുടെ പല മോഷണങ്ങളിലും നായ്കൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. വീട്ടുകാവലിനായി വളർത്തുന്ന നായകൾ കള്ളന്റെ കാവലാളായി മാറിയ സംഭവങ്ങൾ നിരവധിയാണ്. ഏതു വിഭാഗത്തിൽപ്പെട്ട നായകളെയും പെട്ടെന്ന് മെരുക്കിയെടുക്കാൻ ബണ്ടിക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. ചിക്കൻ പീസും മറ്റ് പെറ്റ് ഫുഡ്സും നൽകി പട്ടികളെ പാട്ടിലാക്കിയ ശേഷമാണ് ബണ്ടി മോഷണം നടത്തുന്നത്. ഇഷ്ടപ്പെട്ടതും കൊതിപ്പിച്ചതുമായ സാധനങ്ങൾ കൈക്കലാക്കി ബണ്ടി വീട് വിട്ടിറങ്ങുമ്പോൾ കൂട്ടിന് ചിലപ്പോൾ പട്ടികളും ഉണ്ടാകും. അതും നല്ല സ്പാനിഷ് പോമറേനിയനോ റോഡ് വെയിലറോ. ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിരവധി പട്ടികളെയാണ് ബണ്ടി ഇത്തരത്തിൽ പാട്ടിലാക്കി കൂട്ടിലാക്കിയത്. കേട്ടാൽ ഞെട്ടരുത്, 3 വീടുകളാണ് ബണ്ടിയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. എണ്ണം കേട്ട് ഞെട്ടില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ ഏതൊക്കെ വീടുകളാണ് ബണ്ടി നോട്ടമിട്ടിരുന്നത് എന്ന് പറയാം. 1.5 മാസം മുമ്പ് 3 വീടുകൾ കൊള്ളയടിക്കാൻ ബണ്ടി പദ്ധതിയിട്ടിരുന്നു എന്നാണ് പോലീസിന് കിട്ടുന്ന വിവരം. പ്രമുഖ കെട്ടിട നിർമ്മാണ കമ്പനി ഉടമയുടെ കവടിയാറിലെ ആഡംബര ബംഗ്ലാവ്, ടെക്നോ പാർക്കിലെ കമ്പനി മേധാവിയുടെ ജവഹർ നഗറിലെ വീട്, കവർച്ച നടന്ന പട്ടം മരപ്പാലത്തെ വേണുഗോപാലൻ നായരുടെ വീട് എന്നിവയാണ് ബണ്ടിയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. കെട്ടിട നിർമ്മാണ കമ്പനി ഉടമയുടെ ഓടി കാർ ഓടിക്കാനുള്ള സാങ്കേതിക ജ്ഞാനം ഇല്ലാത്തതും ജവഹർ നഗറിലെ വീട്ടിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ഉണ്ടായിരുന്നതും കാരണം ആ 2 പദ്ധതികളും ബണ്ടി ഉപേക്ഷിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് പട്ടത്തെ വീട് തെരഞ്ഞെടുത്തത്. 1.5 മാസം മുമ്പ് തിരുവനന്തപുരത്തെത്തിയ ബണ്ടി ഓട്ടോറിക്ഷക്കാരനിൽ നിന്നാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത്. അതിനുശേഷം നാട്ടിൽ പോയി സർവ്വ തയ്യാറെടുപ്പുകളുമായാണ് മടങ്ങി വന്നത്. പണം നേടിക്കഴിഞ്ഞാൽ പിന്നീട് വേണ്ടത് പ്രശസ്തിയാണെന്ന പ്രാഞ്ചിയേട്ടൻ സിദ്ധാന്തത്തിൽ ബണ്ടിയും വല്ലാതെ വിശ്വസിച്ചിരുന്നു. കുപ്രശസ്തിയിൽ നിന്നും പ്രശസ്തി നേടാൻ ബണ്ടി തെരഞ്ഞെടുത്തതാവട്ടെ ന്യൂ ജനറേഷൻ മാർഗമായ റിയാലിറ്റി ഷോയും. ഒരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോയുടെ ഭാഗമാകുന്നതിലൂടെ ഗ്ലാമർ ലോകത്ത് തന്റേതായ ഇടം കണ്ടെത്താൻ ബണ്ടി ചോർ നടത്തിയ ശ്രമങ്ങളും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തെ ഏറ്റവും മികച്ച റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസിന്റെ 4ാം സീസണിലാണ് ബണ്ടി മത്സരാർത്ഥിയുടെ കുപ്പായമണിഞ്ഞത്. എന്നാൽ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ആദ്യ ദിനം തന്നെ മത്സരാർത്ഥികളുടെ താമസ സ്ഥലമായ ബിഗ് ബോസ് ഹൌസിൽ നിന്നും ബണ്ടിയെ പുറത്താക്കി. ഹൌസിലെ നിയമങ്ങൾ പാലിക്കാത്തതും മറ്റു മത്സരാർത്ഥികളോട് അപമര്യാദയായി പെരുമാറിയതുമായിരുന്നു ബണ്ടിയെ പുറത്താക്കിയതിന് പിന്നിലെ കാരണങ്ങൾ. बिग बॉस आप सभी घरवालों को बताना चाहते हैं कि घर के एक सदस्य बंटी ने घर में लगे उपकरणों जैसे कैमरास व माइक के साथ छेड़छाड़ की। उन्होंने बिग बॉस के प्रति असम्मान दिखाते हुए गाली गलौज का प्रयोग किया और बंटी ने
बिग बॉस के निर्देशों की भी अवहेलना करते हुए घर के अहम नियमों का उल्लंघन किया। സ്റ്റേജിൽ മൈക്ക് വലിച്ചെറിഞ്ഞതും ക്യാമറ അടക്കമുള്ള ഉപകരണങ്ങൾ നശിപ്പിച്ചതുമെല്ലാം ബണ്ടിയുടെ റിയാലിറ്റി സ്വപ്നങ്ങളെ തകർത്തു. 2008 പുറത്തിറങ്ങിയ അഭയ് ഡിയോൾ നായകനായ ഓയെ ലക്കി ലക്കി ഓയെ എന്ന ചിത്രം ബണ്ടി ചോറിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ബോളിവുഡ് ചിത്രങ്ങൾക്ക് പ്രചോദനമായിരുന്നു ബണ്ടിയുടെ ജീവിതം. बंगाली चल प्लेट बदल ले ओए। ट्रक्का वाला गीत है जी। चल भाई हो जा शुरू। जलंधर इंजन पिस्टन बैठा ओए या बॉन्ड कट प्लेटा मोके शमोके बैठा ओए दूध मलाई कुकर शुकर कर कर बर्गर शर्कर ओए और दूध मलाई कुकर शुकर कर कर बर्गर शर्कर ओए तू एक कलेक्टर तू एक कमिश्नर फिर भी सलाका अंदर ओए ओए लकी लकी ओए और लकी ओए ओए लकी लकी ओए और लकी लकी ओए ओए लकी लकी ओए लकी लकी ओए ओए लकी लकी ओए लकी लकी ओए ബണ്ടിയുടെ ജീവിതം നർമ്മത്തിൽ പൊതിഞ്ഞ് ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയ ചിത്രമായിരുന്നു ദിവാകർ ബാനർജി സംവിധാനം ചെയ്ത ഒയോ ലക്കി ലക്കി ഓയെ എന്ന ചിത്രം. അതീവ ബുദ്ധിമാനും അതിലേറെ ഭാഗ്യശാലിയുമായ കള്ളന്റെ കഥ ബോളിവുഡ് ബോക്സ് ഓഫീസുകളിൽ വൻ കളക്ഷനാണ് നേടിയത്. ओए लकी लकी ओए और लकी ओए ओए लकी लकी ओए और लकी लकी ओए അഭിഷേക് ബച്ചൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ബണ്ടി ഓർ ബബ്ലി എന്ന ചിത്രത്തിനും പ്രചോദനമായത് ബണ്ടിയുടെ ജീവിതം തന്നെയാണ്. चल 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 जब ठाट दिखाए और बाट दिखाए ओए बाटे पल 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 पलट पलट जब कमर घुमाए और होश उड़ाए ओए बबले തന്റെ റിയൽ ലൈഫ് ജീവിതം റിയൽ ലൈഫിൽ അവതരിപ്പിച്ച ഒയോ ലക്കി ലക്കി ഓയോയുടെ സംവിധായകൻ ദിവാകർ ബാനർജിയെ കൊല്ലാൻ ആഗ്രഹിച്ചതായും ബണ്ടി പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. അയ്യപ്പൻ കുയ്യപ്പൻ ആനക്കള്ളൻ. 2002 ബണ്ടി പിന്നീട് പോലീസിന്റെ പിടിയിലായത്. ആ സംഭവത്തോടെ കാമുകി ബണ്ടിയെ ഉപേക്ഷിക്കുകയും ചെയ്തു. 5 കോടി രൂപയുടെ മോഷണ വസ്തുക്കളാണ് ബണ്ടിയിൽ നിന്നും പിടികൂടിയത്. 250-ൽ പരം കേസുകളും ഇതിനകം ബണ്ടിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. 2007-ൽ വീണ്ടും പോലീസിന്റെ പിടിയിലായ ബണ്ടിയെ പിന്നീട് തീഹാർ ജയിലിലേക്ക് മാറ്റി. തീഹാർ ജയിലിലെ 4-ാം നമ്പർ മുറിയിലെ 4 ചുവരുകളിലായി ബണ്ടിയുടെ ജീവിതം ഒതുങ്ങി. 5 വർഷത്തെ ഇടവേളയിൽ ബണ്ടിക്കെതിരെയുള്ള കേസുകളുടെ എണ്ണം 550-ആയി ഉയർന്നു. റോൾസ് റോയ്സും ടൊയോറ്റയും സ്കോഡയും അടക്കമുള്ള കാറുകളാണ് ബണ്ടിയുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നത്. തീഹാർ ജയിലിൽ ബണ്ടിയെ കാണാനെത്തിയ മാധ്യമപ്രവർത്തകരോട് പോലീസ് പറഞ്ഞതിങ്ങനെ: അഫ്സൽ ഗുരുവിനെ കാണാൻ അനുവാദം തന്നാലും ബണ്ടി ചോറിനെ കാണിക്കില്ലെന്ന്. തക്കം കിട്ടിയാൽ പുറത്തു ചാടാൻ കാത്തിരുന്ന ബണ്ടി ജയിലിൽ വെച്ച് പോലീസിനെ ചെറുതായൊന്നുമല്ല വലച്ചത്. ശിക്ഷയിളവ് ലഭിക്കുവാനും ജയിലിൽ നിന്ന് പുറത്തു കടക്കാനും ബണ്ടി കണ്ടെത്തിയ മാർഗമായിരുന്നു ഭ്രാന്ത് അഭിനയിക്കുക എന്നത്. പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചും കാണാൻ വരുന്നവരെ ആക്രമിച്ചും നാടകീയ സംഭവങ്ങളാണ് ബണ്ടി ജയിലിൽ സൃഷ്ടിച്ചത്. തീഹാർ ജയിലിൽ നിന്നും മോചിതനായ ബണ്ടിയെ പിന്നീട് ലോകം കണ്ടത് ഒരു ഡിറ്റക്റ്റീവിന്റെ റോളിലായിരുന്നു. ഡൽഹിയിലെ ഗലികളിൽ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടുള്ള ബണ്ടിയുടെ പുതിയ മുഖം. ബണ്ടിയുടെ ജീവിതം തുറന്നു കാണിച്ച ഓയെ ലക്കി ലക്കി ഓയെ എന്ന സിനിമ കണ്ട് ബണ്ടിയോട് ആരാധന തോന്നിയ സഞ്ജീവ് ദേശ്വാൾ എന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ് ബണ്ടിക്ക് ഒരു ഡിറ്റക്റ്റീവിന്റെ മേൽവിലാസം നൽകിയത്. നിരവധി കേസുകളിൽ ഡൽഹി പോലീസിനെ സഹായിച്ച ദേശ്വാളിന്റെ തീരുമാനം ഏറെ വിവാദങ്ങളും സൃഷ്ടിച്ചിരുന്നു. തെറ്റുകൾ തിരുത്തുന്നതിനുള്ള അവസരമാണ് താൻ ബണ്ടിക്ക് നൽകുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം.
ഹായ് എവരിബഡി. ആരായി കോമാളി? അത് കരണൻ ചന്തക്കവല, ഇവളുടെ ആങ്ങളെ. അവൻ കേക്കണ്ട, ഡിറ്റക്റ്റീവ് കരൺചന്ദ്, അതാണിപ്പോ അവന്റെ പേര്. കള്ളനിൽ നിന്നും ഡിറ്റക്റ്റീവിലേക്കുള്ള ചുവടുമാറ്റം ബണ്ടിക്ക് കൈവിട്ടുപോയ കുടുംബത്തെ തിരികെ കിട്ടാനും അവസരമൊരുക്കി. 14-ാം വയസ്സിൽ വീട്ടിൽ നിന്നിറങ്ങിയ ബണ്ടിയെ സഹോദരൻ തിരികെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ മര്യാദരാമനായുള്ള ജീവിതം ബണ്ടി പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ജോലി മതിയാക്കി വീണ്ടും തസ്കര വേഷം സ്വീകരിച്ചു. നാളുകൾക്ക് ശേഷം ബണ്ടി വീണ്ടും വാർത്തകളിൽ ഇടം നേടി. ഇത്തവണ ബണ്ടി എത്തിയത് വേറൊരു വേഷത്തിലാണ്. അതൊരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിരുന്നു. മത്സരാർത്ഥിയായല്ല, പരിപാടിയുടെ വിധികർത്താവായി. ഏറ്റവും മികച്ച കള്ളനെ കണ്ടെത്തുകയെന്ന ലക്ഷ്യവുമായി തുടങ്ങിയ ഇന്ത്യാസ് ഗോഡ് ചോർ എന്ന റിയാലിറ്റി ഷോയുടെ വിധികർത്താവായാണ് ബണ്ടിയുടെ പുതിയ അവതാരം. പരിപാടിയുടെ ജഡ്ജാകാൻ ഇതിലും യോഗ്യൻ വേറാരുണ്ട്? എ രാജയ്ക്കും സുരേഷ് കൽമാടിക്കും റിയാലിറ്റി ഷോകളോട് താൽപര്യമില്ലാത്തതും ബണ്ടി ചോറിന് തുണയായി. വാർത്തകളിലേറെ ഇടം നേടിയ റിയാലിറ്റി ഷോ പക്ഷേ അണിയറയിൽ തന്നെ ഒതുങ്ങി. 2012-ൽ ഡൽഹിയിൽ നടത്തിയ മോഷണത്തിന് ശേഷമാണ് ബണ്ടി ദക്ഷിണേന്ത്യയിലേക്ക് ചുവടുമാറിയത്. 550 മോഷണ കേസുകളിൽ അകപ്പെട്ട ബണ്ടിയുടെ മറ്റൊരു ആഗ്രഹം 1000 മോഷണങ്ങൾ നടത്തുക എന്നതാണ്. അതിലേക്കുള്ള ചവിട്ടുപടിയായി ബണ്ടി കണ്ടെത്തിയതാകട്ടെ നമ്മുടെ തലസ്ഥാന നഗരിയും. തന്റെ വ്യക്തിത്വം മറച്ചുവെക്കാനാണ് ദക്ഷിണേന്ത്യയിലേക്ക് ചുവടുമാറിയതെന്ന് ബണ്ടി പിന്നീട് വ്യക്തമാക്കുകയുണ്ടായി. തിരുവനന്തപുരത്തെ NRI ബിസിനസ്സുകാരന്റെ വീട്ടിൽ നിന്നും പണവും സ്വർണവും ലാപ്ടോപ്പും കാറുമെല്ലാം മോഷ്ടിച്ച ബണ്ടി ഒരു ഇടവേളയ്ക്ക് ശേഷം തന്റെ ഹൈടെക് മോഷണങ്ങളിലേക്ക് തിരികെയെത്തി. കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും നാടകീയ സംഭവങ്ങൾ തീർത്തുകൊണ്ടാണ് ഒടുവിൽ പൂനെയിൽ നിന്നും ബണ്ടിയെ പോലീസ് പിടികൂടിയത്. ജീവിക്കാൻ വേണ്ടി മോഷണം തൊഴിലാക്കിയവരെയും പാവപ്പെട്ടവരെ സഹായിക്കാനായി പണക്കാരെ കൊള്ളയടിച്ച കായംകുളം കൊച്ചുണ്ണിമാരെയുമെല്ലാം അതിശയിപ്പിക്കുന്നതാണ് ബണ്ടി ചോറിന്റെ തസ്കര ചരിതം. ഈ കോലാഹലങ്ങളൊക്കെ കേട്ട് ബണ്ടിയാണ് യഥാർത്ഥ ഹീറോ എന്ന് കരുതിയെങ്കിൽ തെറ്റി. ബണ്ടിയുമല്ല, ബണ്ടി മോഷ്ടിച്ച വണ്ടികളുമല്ല യഥാർത്ഥ ഹീറോ. പിന്നെ ആര്? മുൻ DGP ജേക്കബ് പുന്നൂസ് അക്കാര്യങ്ങൾ പറയും. DGP പറയുന്നതുകൊണ്ട് കേരള പോലീസിനെ കുറിച്ചാണെന്നും തെറ്റിദ്ധരിക്കേണ്ട. കഴിഞ്ഞയാഴ്ച ജേക്കബ് പുന്നൂസ് നഗരത്തിലെ പ്രമുഖ സ്കൂളിൽ സെമിനാറിന് ചെന്നപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, സാറേ ബണ്ടിയെ പിടിച്ചോ? മറ്റൊരു കുട്ടി പറഞ്ഞു, ബണ്ടി സൽമാൻ ഖാന്റെ ഫ്രണ്ടാ, പിന്നെ എങ്ങനെ പോലീസ് പിടിക്കാനാ? ചോദ്യവും ഉത്തരവും കേട്ട് DGP ഞെട്ടിയെന്നാണ് വാർത്തകൾ. അസാമാന്യ ബുദ്ധിയും പ്രതികരണശേഷിയും കോടീശ്വര സ്ഥാനവും കൽപ്പിച്ചു നൽകി കള്ളനെ അതിമാനുഷനാക്കി മാറ്റുമ്പോഴാണ് പ്രശ്നമാകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. 3.5 ലക്ഷം വരുന്ന കേരളത്തിലെ ജനങ്ങളിൽ ലക്ഷത്തിലൊരുവൻ അവനെ അനുകരിച്ചു തുടങ്ങിയാൽ നാം അപകടം ക്ഷണിച്ചു വരുത്തുന്നു. ഇതുവരെയുള്ള കഥയിലെ യഥാർത്ഥ ഹീറോ ബണ്ടിച്ചോറല്ലെന്നും പ്രതിയെ പിടിച്ചതിൽ അഭിമാനിക്കാമെങ്കിലും നായക പരിവേഷം പോലീസിനുമില്ലെന്നും മുൻ DGP പറയുന്നു. മനസ്സിലെ സംശയം ഉള്ളിലൊതുക്കാതെ വിവരം ഉടനെ കേരള പോലീസിലെ ഉദ്യോഗസ്ഥരെ അറിയിച്ച ആ പേര് വെളിപ്പെടുത്താത്ത മലയാളിയാണ് യഥാർത്ഥ ഹീറോ. VIP കള്ളൻ, സെലിബ്രിറ്റി കള്ളൻ, സൂപ്പർ ചോർ തുടങ്ങി വിശേഷണങ്ങളേറെയാണ് ബണ്ടി ചോറിന്. ഗ്ലാമർ ലോകത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന സൂപ്പർ ചോർ എല്ലാ അർത്ഥത്തിലും ഒരു ബ്ലഫ് മാസ്റ്റർ തന്നെയാണ്. عاشق تو بودم از دست تو خیلی راضی بودم اما تو بد شیطونی کردی نزدیک من نیا تو برو برو دلم تو رو نمیخواد دیگه دیگه نمیخوام ببینمت برو برو دلم جای دیگه هست دیگه نمیخوام ببینمت بوره بوره هم شیطان زارا زارا بچناره همسه بوره بوره هم شیطان زارا زارا خدناره همسه. ബണ്ടിയുടെ മിടുക്കും പോലീസുകാരുടെ മിടുമിടുക്കും പേര് വെളിപ്പെടുത്താത്ത മലയാളിയുടെ അതിമിടുക്കുമെല്ലാം അവിടെ നിൽക്കട്ടെ. ബണ്ടി ഒരു മാതൃകയാണ്. തലയ്ക്കകത്ത് ബുദ്ധി മാത്രമുള്ളവർ ബണ്ടിയെ പോലെ ആകരുതെന്ന മാതൃക. വാർത്തകളും കോലാഹലങ്ങളുമൊക്കെ പെട്ടെന്ന് കെട്ടടങ്ങും. യാഥാർത്ഥ്യമെന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, പകലന്തിയോളം പണിയെടുത്ത് നാം സമ്പാദിക്കുന്ന പണം ഒരു ബണ്ടിയും കൊണ്ടുപോകാതിരിക്കാൻ നാം ജാഗരൂകരായേ മതിയാവൂ. ബണ്ടി ചോറിനെ കുറിച്ചുള്ള ഈ സ്പെഷ്യൽ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. അയ്യപ്പൻ കുയ്യപ്പൻ